ആദ്യമായി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അത്താശംസകളും ഓണാശംസകളും അറിയിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇവിടെ ബഹുമാന്യനായ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഞാൻ ആദ്യമായിട്ടാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ടെലിവിഷനിലും പത്രത്തിലും മാത്രമാണ് ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത്. അങ്ങനെ ടിവിയിലും പത്രത്തിലും കണ്ട് വലിയ കൗതുകമുള്ള ഈ അത്താഘോഷത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായത് ഒരു വലിയ സന്തോഷമായി ഞാൻ കണക്കാക്കുകയാണ്. വെയിൽ മൂത്തുകൊണ്ടിരിക്കുകയാണ്. നീണ്ട പ്രസംഗത്തിനുള്ള ഒരു അവസരമല്ല ഇത്. വേഷങ്ങൾ റെഡി, ഇനി പ്രസംഗം നീണ്ടുപോകുമോ എന്ന് ചിലരൊക്കെ അവിടെ നിന്ന് ഉത്കണ്ഠപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അത്ത ആഘോഷത്തിൻ്റെ ഭാഗമായ മനോഹരമായ ഘോഷയാത്ര എത്രയും പെട്ടെന്ന് ആരംഭിക്കാൻ സൗകര്യമൊരുക്കിക്കൊണ്ട് മറ്റധിക കാര്യങ്ങളിലേക്കൊന്നും പോകാതെ ഓണം സമൃദ്ധിയായി ആഘോഷിക്കാൻ സാധ്യമാകാവുന്ന എല്ലാ കാര്യങ്ങളും സർക്കാർ ചെയ്തിട്ടുണ്ട് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് നേരത്തെ പതാക ഉയർത്തിയ കാര്യം ഔപചാരികമായി പ്രഖ്യാപിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒരുപാട് വൈകി വരുന്നു. കുഞ്ഞുങ്ങളെല്ലാം രാവിലെ തൊട്ട് വേഷം കെട്ടി വെയിലത്ത് നിൽക്കുന്നതാണ്. അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. വേദിയിൽ ഒരുപാട് വിശിഷ്ട വ്യക്തിത്വങ്ങളുണ്ടെങ്കിലും എല്ലാവരെയും ചേർത്ത് എല്ലാവരോടും പ്രിയമുള്ളവരെ, എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛനോടൊപ്പം ഒരു ചെറിയ കുട്ടിയായിട്ട് ഈ രാജവീതികളിൽ, ശരിക്കും തൃപ്പൂണിത്തുറ രാജവീതി എന്ന് തന്നെ നമ്മൾ പറയണം, കൊച്ചി മഹാരാജാവ് പോയിരുന്നൊരു വഴിയാണത്. ആ ഓർമ്മപ്പെടുത്തലിലാണ് ഇന്നും ഈ അത്താഘോഷം നടക്കുന്നത്. ഒരു കൊച്ചുകുട്ടിയായി ഈ ആൾക്കൂട്ടത്തിൽ തിരക്കിനിടയിൽ വന്ന് നിൽക്കാനുള്ളൊരു അന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഈ വേദിയിൽ ഒരു വിശിഷ്ട വ്യക്തിയായിട്ട് വന്നിരിക്കാൻ കഴിയുമെന്ന്. അതെനിക്ക് തരമാക്കി തന്ന നഗരസഭയോടും ചെയർപേഴ്സണോടും മറ്റെല്ലാവരോടും കേരള സർക്കാരിനോടും എല്ലാം എൻ്റെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. മതസൗഹാർദ്ദത്തിൻ്റെ ഒരു പ്രതീകമാണ് ഈ അത്താഘോഷം. എല്ലാ സംഘാടക സമിതിയുടെ മെമ്പർക്കും ഞാൻ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം അത്താശംസകളും ഓണം ആശംസകളും നേരുകയാണ്. പ്രസംഗത്തിന് ഏറ്റവും നീളം കുറയ്ക്കുന്നവർക്ക് നല്ല കൈയടി കിട്ടുന്നതായിട്ടൊരു ട്രെൻഡ് ഞാൻ മനസ്സിലാക്കി അവിടെ ഇരുന്നുകൊണ്ട്. അതുകൊണ്ട് സുദീർഘമായി സംസാരിക്കുന്നില്ല. സന്തോഷിക്കുവാൻ വേണ്ടി ആളുകൾ ഒത്തുകൂടുന്നത് കാണുന്നത്രയും വലിയ സന്തോഷം മറ്റൊന്നില്ല. നമ്മളുടെ ഈ ഒരു സന്തോഷത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ കഴിഞ്ഞ കുറേ അധികം ദിവസങ്ങളായി ഉറക്കം നിൽക്കുകയും ആലോചിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഇത്ര ഗംഭീരമായി നടത്തുന്നത്. എല്ലാവരുടെയും പേരുകൾ നമുക്കറിയാവുന്നതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നില്ല. അവരെല്ലാവരെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ഘോഷയാത്രയുടെ ഫ്ലാഗ് ഓഫ് ശ്രീ ജയറാം നിർവഹിക്കുന്നു. അതുപോലെ തന്നെ വിശിഷ്ട അതിഥികൾ എം പിമാർ എല്ലാവരും സന്ദർശിക്കുകയാണ്. MLA മാരുണ്ട്,
ശ്രീ ജയറാം ഉണ്ട്, ശ്രീ രമേശ് പിഷാരടി ഉണ്ട്. ഇവരെല്ലാം കുട്ടികളെ സന്ദർശിക്കുക. Happy